എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത, ഡോക്ടർ രഞ്ജിതാസ് വെൽനസ്, മുട്ടത്തറ, ട്രിവാൻഡ്രം. അപ്പോൾ ഇന്ന് നമുക്ക് ഫാറ്റി ലിവർ, എല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ള വാക്കായിരിക്കും ഫാറ്റി ലിവർ. വളരെ കോമൺ ആണ് ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. നമ്മുടെ കരളിൽ കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ കൂടുതലായിട്ട് രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ, മറ്റൊന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ. ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അമിതമായിട്ട് മദ്യപാനശീലം ഉള്ളവർക്കൊക്കെയാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ കണ്ടുവരുന്നത്. നോൺ ആൽക്കഹോളിക് ആവട്ടെ, നമ്മൾ ഭക്ഷണ രീതി കൊണ്ടിട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ടുമാണ് നമുക്ക് നോൺ ആൽക്കഹോളിക് രോഗങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പക്ഷേ കണ്ടുവരുന്നതും ഈ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസാണ്. മദ്യപാനം ശീലമുള്ളവരിൽ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ എന്താ ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെള്ളം അടിക്കുമെന്ന് ചോദിക്കും. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. കുഞ്ഞു കുട്ടികൾ മുതൽ 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ കണ്ടു തുടങ്ങുകയാണ് എല്ലാവർക്കും. ആദ്യമേ നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും ഫാറ്റ് ലിവറിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് ചിലർക്ക് നോക്കുമ്പോൾ ഈ നെറ്റിത്തടങ്ങളിലും അതുപോലെ തന്നെ ഈ കവിളിൻ്റെ 2 വശങ്ങളിലുമായിട്ട് ഒരു കളർ ചേഞ്ചസ്, അതായത് പിഗ്മെൻറ്റേഷൻസ് കാണുന്നു. അത് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കുറയുന്ന കാരണം നമുക്ക് പിഗ്മെൻറ്റേഷൻസ് കാണുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് നമുക്ക് ഡൗട്ടാണ്, ഫാറ്റ് ലിവർ ആവാം മേ ബി. അപ്പോൾ നമ്മൾ അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി വൈറസ്, നമ്മൾക്ക് പണ്ടെങ്ങാനും മഞ്ഞപ്പിത്ത രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിവർ ഫൈബ്രോസിസ്, സിറോസിസ് ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നതെന്നുള്ളത് നോക്കിയാലോ. അമിതമായിട്ട് പൊണ്ണത്തടി ഉള്ളവർക്ക്, ഒബിസിറ്റി ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹ രോഗമുള്ളവർക്ക് ഫാറ്റി ലിവർ കാണാം. തൈറോയ്ഡ് രോഗികൾക്കൊക്കെ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഇത്തരം രോഗങ്ങളുള്ളവർക്കാണ് കൂടുതലായിട്ട് നമുക്ക് ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഫാറ്റി ലിവർ ഡിസീസിൽ നമുക്ക് ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊന്നും നമുക്ക് ഒരു സിംറ്റംസ് ഉണ്ടാവില്ല. പോകെ ഒരു 4ാമത്തെ സ്റ്റേജ് അടുത്തിട്ട് ഒരു ലിവർ സിറോസിസ് സ്റ്റേജൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്ന സിംറ്റമാണ് കൈകാലിലൊരു ചൊറിച്ചിൽ വരിക. 2 കൈയിലും കാലിലും ഒക്കെ പുറമേയൊക്കെ ആയിട്ട് ചൊറിച്ചിൽ തോന്നുക. അതുപോലെ തന്നെ കാലിൽ നീര്, കയ്യിൽ നീര്, വയറിൽ നീര്, അസൈഡിസ് എന്നൊക്കെ പറയും. ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതൊരു പിറ്റിംഗ് ടൈപ്പാണ്. അതായത് കുഴിഞ്ഞു പോവും, കൈ എടുക്കുമ്പോഴത്തേക്ക് നേരെ വരും. അത് പിറ്റിംഗ് ടൈപ്പ് എഡിമ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ കാണുക. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. എപ്പോഴും തളർച്ചയാണ്. തളർച്ച, ക്ഷീണം, കിടക്കാനും ഒന്നും ചെയ്യാനുള്ളൊരു മടി, അലസതയൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത്തരം സിംറ്റംസ് ആണ് നമുക്ക് ഫാറ്റി ലിവർ ഡിസീസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് നമുക്ക് നോക്കാം. 4 തരത്തിലാണ് നമുക്ക് ഫാറ്റ് ലിവർ വരുന്നത്. 1, 2, 3, 4, 5. ഒന്നാമത്തെ സ്റ്റേജിനെ നമ്മൾ സിമ്പിൾ ഫാറ്റി ലിവർ എന്ന് പറയും. 2ാമത്തെ സ്റ്റേജ് ആവട്ടെ നാഷ് എന്ന് പറയും. നോൺ ആൽക്കഹോളിക് സ്റ്റെറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, നാഷ് എന്ന് പറയും. ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ പേരും ഫാറ്റ് ലിവർ കണ്ടുപിടിക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ഒരു അവസ്ഥയിൽ നാഷിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫൈബ്രോസിസ് ആണ്. അതായത് സ്കാർ ടിഷ്യൂസ് നമ്മൾ ലിവറിൽ അടിഞ്ഞുകൂടുന്ന ഒരു കണ്ടീഷനാണത്. നമ്മൾ ലിവറിൻ്റെ സ്കാനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയായിട്ട് ഈ ടിഷ്യൂസ് വന്നിട്ട് കൂടിച്ചേർന്ന് ഒരു സ്കാർ ഫോമേഷനിൽ കാണപ്പെടും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ സെല്ലുകൾ നശിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ കുറച്ച് നശിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അടുത്ത സ്റ്റേജാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും പേടിക്കും, ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, മരിച്ചു പോവും. അങ്ങനെയൊന്നും അല്ല. ലിവർ സിറോസിസ് ഉള്ളൊരു വ്യക്തിയും നല്ല രീതിക്ക് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഉറപ്പിക്കണം, നമ്മൾ ഇതിനിടയ്ക്ക് വേറെ ചീറ്റ് മീൽസ് ഒന്നും കഴിക്കില്ല. അതായത് നമ്മൾ പറയുന്ന ഭക്ഷണങ്ങൾ മാത്രം കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും അരിയാഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ലിവർ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നത്, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്, നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്, അതുപോലെ തന്നെ പിത്താശയത്തിൽ ബൈൽ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ നിയന്ത്രിക്കുന്നത്, ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ലിവർ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇത്രയും ഫങ്ഷൻസ് ചെയ്യുമ്പോൾ ലിവറിന് എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ നമ്മളെ മൊത്തം ശരീരത്തിലെ ഫങ്ഷൻസിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം.
കുറച്ച് ഡയറ്റ്, കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നമ്മൾക്ക് ലോ കാർബാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അരിയാഹാരം മാക്സിമം ഒഴിവാക്കുക. ഇപ്പം ഞങ്ങൾ കൊടുക്കുക വെച്ചാൽ ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ്. ഈ വർക്കിംഗ് വുമൻസിനും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇച്ചിരി പാടാന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ലോ കാർബ് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും നമ്മൾ ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, അതായത് ധാന്യരഹിത ഭക്ഷണ രീതിയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അതായത് ഒരു തരത്തിലുള്ള അരിയാഹാരമോ മധുരമോ പഞ്ചസാരയോ ഒന്നും കഴിക്കാതെ 1 മാസത്തുള്ളൊരു ഡയറ്റാണത്. അതിനുശേഷം ലോ കാർബ് ഒരു 3 മന്ത്സ് കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് സ്കാൻ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു നമ്മുടെ ഗ്രേഡ് തന്നെ റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അരിയാഹാരം മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നല്ല, കുറയ്ക്കുക. നമ്മൾക്ക് അരിയാഹാരം വേണ്ട, പ്രോട്ടീൻസ് നന്നായിട്ട് കഴിച്ചിട്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ പഴങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ച് ഈ ഒരു രീതിയിൽ വേണം ഡയറ്റ് കൊണ്ടുപോകാനായിട്ട്. പിന്നെ വെള്ളം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണമെങ്കിൽ മാത്രമേ ഈ കിടക്കുന്ന ഈ ഫാറ്റ്സും കൊഴുപ്പും ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് യൂറിനിലൂടെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഈ ഡയറ്റിൽ നമ്മൾക്ക് രാവിലെയൊക്കെ നമ്മളിപ്പോൾ എഴുന്നേറ്റിട്ട് ഒരു ഷേക്ക് പോലെ കുറച്ച് തേങ്ങാപ്പാലിൽ നമുക്ക് കുറച്ച് ബദാം നട്ട്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊരു അതായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സ്മൂത്തി പോലെയോ ഒരു ഷേക്ക് പോലെ ആക്കിയിട്ട് നമുക്കത് കുടിക്കാം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ അല്ലെങ്കിൽ മുട്ടയോ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇനി 11 മണിക്ക് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലോവേര ജ്യൂസോ കുമ്പളങ്ങ ജ്യൂസ് കുക്കുംബർ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസായിട്ട് ഒരു പച്ചക്കറിയുടെ എന്തെങ്കിലും ഒരു ജ്യൂസ് എടുക്കുക, വെജിറ്റബിൾ ജ്യൂസ്. പഴങ്ങൾ കഴിക്കുമ്പോൾ ഒത്തിരി പഴുത്ത പഴങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് ഒത്തിരി പഴുക്കാത്ത പഴങ്ങൾ നോക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. 4 മണിയാകുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ്, ഞാൻ പറഞ്ഞ പോലെ പഴുക്കാത്ത എന്തെങ്കിലും പഴങ്ങളോ അല്ലെങ്കിൽ എഗെയിൻ നട്ട്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ സീഡുകൾ, പംകിൻ സീഡ്, ലോട്ടസ് സീഡ്, ചിയാ സീഡ്സ് അങ്ങനെ കുറച്ച് സീഡ്സുകൾ എന്തെങ്കിലും കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഒരു ഗ്രീൻ ടീയോ കട്ടനോ മധുരം ഇല്ലാണ്ട് കുടിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് ഡിന്നറാണ്. ഡിന്നറിനും ഇതുപോലെ തന്നെയാണ്. കുറച്ച് സാലഡ്സോ അല്ലെങ്കിൽ കറി വെച്ച അവിയലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ആ ഒരു രീതിയിൽ എടുക്കാം. സൂപ്പ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം. അതിൻ്റെ കൂടെ എയർ ഫ്രൈ ചെയ്ത ചിക്കനോ അതുപോലെ തന്നെ ഗ്രിൽ ചെയ്ത ഫിഷോ കറി വെച്ച ഫിഷോ എന്തെങ്കിലും എടുക്കാം. ഒരു കാരണവശാലും ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല. എണ്ണയിൽ വറുത്ത് മുക്കി പൊരിക്കുന്നതൊന്നും കഴിക്കാതിരിക്കുക. മുട്ട രാത്രിയിൽ ഒരു വെജിറ്റബിൾ ഓംലെറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് മാത്രമേ കഴിച്ചാലും മതി. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രെയിൻ ഫ്രീ ഡയറ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 മന്ത്സോളം കണ്ടിന്യൂ ചെയ്യണം. ഇനി നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഫോളോ ചെയ്യാൻ. അത് പറ്റിയാൽ നമുക്കൊരു 10 മുതൽ 15 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഫാറ്റ് ലിവർ നല്ലോണം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. എന്ന് പറയുന്നത് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡും അതിൻ്റെ കൂടെ കഴിക്കാൻ പാടുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് രാവിലെ നമുക്ക് ഒരു വെജിറ്റബിൾ സൂപ്പ് എടുക്കാം. ആ സൂപ്പിൽ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കുടിക്കുക. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു 2 മണി സമയത്ത് ഭക്ഷണം കഴിക്കാം. എന്ന് പറയുന്നത് ഒരു സാലഡാണ്. ഒരു ബൗൾ നിറയെ സാലഡ്സ്, വെജിറ്റബിൾ സാലഡ് എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങ ചിരികിയതും കൂടി ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഈ 2 മീൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത സമയം നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കണം. അപ്പോൾ ഒരു 16 മണിക്കൂർ നമുക്ക് ഫാസ്റ്റ് കിട്ടും. ഈ ഒരു രീതിയിൽ പോകുമ്പോൾ നമ്മൾ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് വേഗം തന്നെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉരുക്കി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യാനുള്ളത് ഒരു 10 മുതൽ 15 ദിവസമാണ്. അത്രയും നമുക്ക് പറ്റുള്ളൂ. അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫോളോ ചെയ്യാനുള്ളത് ലോ കാർബ് ഡയറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു 45 മിനിറ്റ് എക്സസൈസ് നിർബന്ധമാക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു ഡയറ്റ് പോവുകയാണെങ്കിൽ കൂടെ എക്സസൈസ് നിർബന്ധമാണ്. നടക്കാൻ പോവുകയാണെങ്കിൽ അത് തന്നെ മതി. നല്ല രീതിക്ക് കൈവീശി വേഗത്തിലുള്ള നടത്തം വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ ജിം വർക്കൗട്ടൊക്കെ അങ്ങനെയാണെങ്കിൽ അതും നല്ലതാണ്. നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ എക്സൈറ്റുള്ള കലോറീസ് ബേൺ ആവുള്ളൂ. ഇനി ലിവർ സിറോസിസ് പേഷ്യൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ലിവർ സിറോസിസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഭയമായിരിക്കും. അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മരിച്ചു പോകും എന്നുള്ളൊരു ഭയമായിരിക്കും. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ശരിക്കും ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് നിയന്ത്രിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കൊരു ക്വാളിറ്റിയുള്ള ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന പോലെ തന്നെ ഒരു കാരണവശാലും മധുര പലഹാരങ്ങളോ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ബേക്കറി സാധനങ്ങൾ, പഞ്ചസാര കൂടുതലായിട്ട് അടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കണം. ടിൻഡ് ഫുഡ്സ്, പാക്ഡ് ഫുഡ്സ് ഒന്നും കഴിക്കാൻ പാടില്ല. അതായത് ലേസ് അങ്ങനത്തെ കുർക്കുറെ അങ്ങനെ നമുക്ക് പാക്ഡായിട്ട് വരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. എക്സസ് സാൾട്ട്, അതിൽ എണ്ണയിൽ വറുത്ത് കോരുന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല.
ഈ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെല്ലുമ്പോഴാണ് നമുക്കത് ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ലിവറിന് സാധിക്കാണ്ട് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു എക്സസൈസും നല്ല ഡയറ്റും വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്കൊരു ലൈഫ് കുറേ നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ്ഡ് ഐറ്റംസും കോളാസും മധുരങ്ങളും എല്ലാം ഒഴിവാക്കണം. സ്ട്രെസ്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, നന്നായിട്ട് ഉറക്കം വേണം, 7-8 മണിക്കൂർ ഉറങ്ങണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഡെയിലി ശീലമാക്കുക. അതുപോലെ തന്നെ ലിവർ സിറോസിസ് രോഗികൾക്ക് നമുക്ക് പെട്ടെന്ന് നേസൽ ബ്ലീഡിങ്, അതായത് നമുക്ക് വായിൽ നിന്നോ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരിക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നോക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ചുമന്ന പാടുകൾ, അതായത് ബ്രൂയിസസ് എന്ന് പറയും, ബ്ലഡ് വെസൽസ് റപ്ചറായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ ശക്തമായ ചൊറിച്ചിൽ കയ്യിലും ഉള്ളം കയ്യിലും കാലിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ, അതായത് നമ്മൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നുണ്ട്, മെമ്മറി കിട്ടുന്നില്ല, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ലിവർ സിറോസിസിനും വലിയ സിംറ്റംസ് ഒന്നും ആർക്കും കാണുന്നില്ല. ചിലർക്കൊക്കെ വെയിറ്റ് കുറയുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ പ്രോട്ടീൻസ് ഒക്കെ നന്നായിട്ട് കഴിക്കാം. കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഒന്ന് കുറച്ച് കൊണ്ടുപോയാൽ മതി. പിന്നെ ഒരുപാട് നീരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാലൊക്കെ ഒന്ന് ഉയർത്തി വെച്ച് ആ ഒരു രീതിയിൽ ഇരിക്കണം. പിന്നെ നമുക്ക് അസൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, വയറിൽ വെള്ളം കിട്ടുന്നൊരു ഒരു അവസ്ഥയാണത്. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലിവർ സിറോസിസ് ഉള്ളവരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ഡയറ്റും എക്സസൈസൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്